സിനിമ, ടെലിവിഷൻ പരിപാടികൾ, സ്റ്റേജ് ഷോ എന്നിവയിലെല്ലാം കൂടി വളരെ വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങൾ, ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ കലാകാരൻ ശ്രീ സാജൻ പള്ളുരുത്തി. നല്ലൊരു കൈയ്യടി കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ സാജൻ പള്ളുരുത്തി. സാജേട്ടാ, വൺസ് അപ്പോൺ എ ടൈം കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ സന്തോഷമാണ്. കാരണം 2-2.5 വർഷക്കാലമായിട്ട് മിമിക്രി കലാകാരന്മാർ, സ്റ്റേജ് കലാകാരന്മാർ അടക്കമുള്ള ആളുകൾ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. അല്പം ഒന്ന് അയഞ്ഞു കിട്ടിയത് ഇപ്പോഴാണ്. അങ്ങനെയാണ് പലപ്പോഴും ഇപ്പോൾ ആളുകളെയൊക്കെ ഒന്ന് കാണാനും അവരുമായൊക്കെ സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ഒരു വേദി കിട്ടുക എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തിരുന്ന കലയിൽ അവന് കിട്ടിയ ഏറ്റവും വലിയ സുഖങ്ങളിലൊന്നാണ്. സാജേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സാജേട്ടാ, സിനിമകൾ ഏതൊക്കെയാണ് വരാൻ പോകുന്നത്? ഒരു 5-6 പടങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇന്നലകളെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതുപോലെ പിന്നെ ഒരുപാട് തേളുണ്ട്, അതുപോലെ തന്നെ മേരാൻ അഴകനുണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഇനി വരാൻ കിടപ്പുണ്ട്. അതെല്ലാം ഇത് മാറിയിട്ട് തിയേറ്റർ വഴി റിലീസ് ആകണമെന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹം. അത്തരത്തിൽ നിൽക്കുന്നതാണ്. സാജേട്ടന്റെ ആദ്യത്തെ സിനിമ കണ്ണകി എന്ന് പറയുന്ന സിനിമയിലാണ്. ജയരാജ് സാറിന്റെ പടത്തിലാണ് സാജേട്ടൻ വന്നത്. അതിനുശേഷം സാജേട്ടന്റെ ഈ സ്പീഡ് പ്രകടനങ്ങൾ ഫാന്റം ബെയിലിലും ബ്രഹ്മചാരിയിലും ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ആക്ഷൻ ഹീറോ ബിജുവിലെ കഥാപാത്രം വരെ ചെയ്തതെല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള വേഷങ്ങളാണ് സാജേട്ടൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ സാജേട്ടന്റെ മിമിക്രിയിൽ പലപ്പോഴും സാജേട്ടന്റെ ഒരു സ്പീഡ് വളരെ കൂടുതലാണ്. ഒരു 16-17 വർഷമായിട്ട് സാജേട്ടന്റെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഷോകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത്രയും കോമ്പിനേഷൻ ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അത് വളരെ സന്തോഷകരമാണ്. കാരണം ആ ഒരു യാത്ര വളരെ വലുതാണ്. ഈ സാജേട്ടൻ ഈ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള പരിപാടികളാണ് എന്റെ വഴി എന്നുള്ളത് തീരുമാനിച്ചത്. കാരണം സാജേട്ടൻ അങ്ങനെ നടന്മാരെ അനുകരിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ നടന്മാരെ അനുകരിക്കുന്നതിനേക്കാൾ കൂടുതൽ മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വളരെ വേഗത്തിലെത്തുന്നുണ്ട്. പണ്ട് നമ്മൾ കാത്തിരുന്ന് മിമിക്രിയിലേക്ക് എത്തിയ ഒരാളാണ് ജയറാമേട്ടൻ. ഈ ജയറാമേട്ടന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് വെച്ച് നമുക്ക് ഓട്ടംതോളൽ ഉണ്ടാക്കാം. പാർത്തൻ കണ്ട പരലോകത്ത് സൂപ്പർമാന്റെ പാവക്കൂത്ത്, പാർത്തൻ കണ്ട പരലോകത്ത് സൂപ്പർമാന്റെ പാവക്കൂത്ത്, കിലിക്കാൻ പെട്ടി മാളൂട്ടി നീ വൃദ്ധന്മാരെ സൂക്ഷിക്കണം, കിലിക്കാൻ പെട്ടി മാളൂട്ടി നീ വൃദ്ധന്മാരെ സൂക്ഷിക്കണം. 5-ൽ അർജുനനാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ, 5-ൽ അർജുനനാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ. ഞാനും എൻ്റെ ഫാമിലിയും ഇവർ ഞങ്ങളുടെ വീട്ടിൽ അതിഥികളാണ്, ഞാനും എൻ്റെ ഫാമിലിയും ഇവർ ഞങ്ങളുടെ വീട്ടിൽ അതിഥികളാണ്. സർക്കാർ ദാദാ ഉത്തമനാണ് ചൈന ടൗണിൽ മേക്കപ്പ് മേന, സർക്കാർ ദാദാ ഉത്തമനാണ് ചൈന ടൗണിൽ മേക്കപ്പ് മേന, സർക്കാർ ദാദാ ഉത്തമനാണ് ചൈന ടൗണിൽ മേക്കപ്പ് മേന. അതിങ്ങനെ ഒത്തിരി പോകുന്നതാണ്. അത് ഇന്നിങ്ങനെ ഒത്തിരി പോയി കഴിഞ്ഞതിന് ശേഷം ഈ ജയറാമേട്ടനേക്കാൾ മുമ്പ് സിനിമയിൽ പലരും വന്നെങ്കിലും പിന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ ദിലീപാണ്. പില്ലാളി വീരന മിസ്റ്റർ മരുമകൻ, മര്യാദ രാമന ശൃംഗാരവേലന, പില്ലാളി വീരന മിസ്റ്റർ മര്യാദ രാമന ശൃംഗാരവേൽ. പച്ചക്കുതിരപ്പുറത്തേറി CID മൂസയും വന്നു കൂടെ മാറ്റം കാണുവാൻ, പച്ചക്കുതിരപ്പുറത്തേറി CID മൂസയും വന്നു കൂടെ മാറ്റം കാണും. പഞ്ചാബി ഹൗസിലൊരു വെട്ടം തിളക്കം, ഈ കാക്കക്കും പൂച്ചയ്ക്കും കല്യാണമായി. പഞ്ചാബി ഹൗസിലൊരു വെട്ടം തിളക്കം, ഈ കാക്കക്കും പൂച്ചയ്ക്കും കല്യാണമായി. മീനത്തിൽ താലി കെട്ടും പാപ്പിയപ്പച്ചൻ, ചാന്തുപൊട്ടും തൊടും സിന്ദൂരരേഖ. മീനത്തിൽ താലി കെട്ടും പാപ്പിയപ്പച്ചൻ, ചാന്തുപൊട്ടും തൊടും സിന്ദൂരരേഖ. റോമിയോ ചന്ദ്രേട്ടൻ എവിടെയാ, ഞാൻ ഗ്രാമഫോണിൽ വിളിച്ചിട്ട് റിംഗ് മാസ്റ്റർ ഉണ്ട്. റോമിയോ ചന്ദ്രേട്ടൻ എവിടെയാ, ഞാൻ ഗ്രാമഫോണിൽ വിളിച്ചിട്ട് റിംഗ് മാസ്റ്റർ ഉണ്ട്. സൂത്രധാരൻ സൗണ്ട് തോമയും കൂട്ടി വിനോദയാത്രയ്ക്ക് പോയി ആ പടന്ന